മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP ചേർപ്പ് പഞ്ചായത്ത് സമിതി ഉപവാസ സമരം സംഘടിപ്പിച്ചു. പാറളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പിണറായി സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധ യോഗം നടത്തി. നിരവധി സിനിമകളിലും പരസ്യചിത്രങ്ങളിലും അഭിനയിച്ച നടൻ നിർമ്മൽ ബെന്നി അന്തരിച്ചു. 35 വയസ്സായിരുന്നു. കേരള കർഷക സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാലാവസ്ഥാ വ്യതിയാനവും നെൽകൃഷിയുടെ അതിജീവനവും എന്ന വിഷയത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP ചേർപ്പ് പഞ്ചായത്ത് സമിതി ഉപവാസ സമരം സംഘടിപ്പിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ക്ഷയിച്ചുകൊണ്ടിരിക്കുക, ഒരു പുരോഗമനവുമില്ല. കഴിഞ്ഞ 10 വർഷക്കാലം ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിനെ നിരീക്ഷിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ത് പുരോഗതിയാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ഉണ്ടാകുന്നത്. കുറെ വർഷങ്ങളായി ഈ പ്രദേശത്തുകാരുടെ ആവശ്യമാണ് ഒരു താലൂക്ക് ആശുപത്രിയായിട്ട് ഉയർത്തണം. തീർത്തും ന്യായമായിട്ടൊരു ആവശ്യമാണ്. ഇത് കേവലം ഈ ചേർപ്പുള്ള ആളുകളുടെ മാത്രം ഒരാശുപത്രിയല്ല, അവര് മാത്രം ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയല്ല. ഇതൊരു 5 പഞ്ചായത്തുകൾ, മിനിമം ഒരു 5 പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഏക ആശ്രയമായിട്ടുള്ള ഒരു ആശുപത്രിയാണ്. അത് ചേർപ്പ് പഞ്ചായത്ത് മാത്രമല്ല, ചേർപ്പും പാർലവും ചാഴൂരും അവണിശ്ശേരിയും ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾക്ക് ഏക ആശ്രയമായിട്ടുള്ള ആശുപത്രിയാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊരു താലൂക്ക് ആശുപത്രിയായിട്ട് ഉയർത്തണം എന്നുള്ളത് തീർച്ചയായിട്ടുള്ള ആവശ്യമാണ്. പക്ഷെ സംഭവിക്കുന്നത് എന്താണ്? താലൂക്ക് ആശുപത്രിയായിട്ട് ഉയർത്തിയില്ല എന്ന് മാത്രമല്ല, ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായിട്ട് ഉറപ്പിച്ചു. ഇനി ഇതിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അടച്ചുപൂട്ടലാണ്. ബാക്കിയല്ല, ഇതിപ്പോ ചത്തതിനൊക്കെ ജീവിച്ചിരിക്കണം എന്നുള്ള രീതിയിൽ ഈ ആശുപത്രി നടന്നു പോകുന്നുണ്ട്. കിടത്തി ചികിത്സ പുനരാരംഭിക്കുക, മുഴുവൻ സമയം ഡോക്ടറുടെ സേവനം ലഭ്യമാക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക, കുട്ടികളുടെ വിഭാഗവും ഗൈനക്കോളജി വിഭാഗവും ആരംഭിക്കുക, ഡയാലിസിസ് സെന്റർ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപവാസ സമരം നടത്തിയത്. BJP ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് C. വിജയൻ അധ്യക്ഷത വഹിച്ചു. 40 കിടക്കകൾ ശൂന്യമായി കിടക്കുകയാണ്. രാത്രി അവിടെ ചികിത്സയില്ല, പകലും ചികിത്സയുണ്ട്. 400 പേർക്ക് OP ടിക്കറ്റ് കൊടുത്ത് ഒരു ഡോക്ടറെ മാത്രം ഇവിടെ ഇരുത്തിയിട്ടാണ് ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ നടത്തുന്നത്. പൂക്ക പഞ്ചായത്തിന്റെ കീഴിൽ നടത്തുന്ന ഈ ഒരു ഹെൽത്ത് സെന്ററിന്റെ ശോച്യാവസ്ഥ വളരെ ദയനീയമാണ്. നിങ്ങൾ ആർക്കും ഇവിടെ ദിവസം വന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ തന്നെ ഇതിനകത്തേക്ക് കയറി നോക്കിയാൽ മിനിമം 200 പേരെങ്കിലും അവിടെ ലൈൻ നിൽക്കുന്നുണ്ടായിരിക്കും OP ടിക്കറ്റിന് വേണ്ടി. വളരെ ക്ഷമാശീലമുള്ള ഒരു ഡോക്ടർ അവിടെയുണ്ട്. 200 പേരെയും അദ്ദേഹം നോക്കി സ്വാന്തനിപ്പിച്ച് ഒരാളോട് പോലും വഴക്ക് പറയാതെ ഇത്രയും പേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മിനിമം ഒരു 4 ഡോക്ടറുടെ ആവശ്യം കാലത്തെ ഈ ഒരു OP സമയത്ത് ഉണ്ട് എന്നിരിക്കെ ഒരാളെ മാത്രം നിർത്തി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള കമ്മിറ്റി ഹോൾ പ്രവർത്തിച്ചു വരുന്നത് തികച്ചും ശോചനീയമാണ്. അതിനെതിരെയാണ് ഇന്നത്തെ ഈ ഒരു ഉപവാസ സമരം. ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി, ഊരകം ഏരിയ പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ, ജില്ലാ കമ്മിറ്റി അംഗം ഹരിപ്രസാദ്, മണ്ഡലം പ്രസിഡന്റ് ഷിജോ ഫ്രാൻസിസ്, ES സുനിൽ, ഷിനി ശൈലജൻ, മണ്ഡലം നേതാക്കളായ സുബിൻ, മനോജ്, ജയൻ, മെമ്പർമാരായ പ്രിയലത, ശ്രുതി വിജൽ തുടങ്ങിയവർ പങ്കെടുത്തു.
പാറളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പിണറായി സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധ ധർണ നടത്തി. പ്രതിഷേധ യോഗം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എം സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ 2017 ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നിലവിൽ വരികയും 2019 കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഈ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം 4.5 വർഷക്കാലം ഇത് വെളിച്ചം കാണാതെ കൂട്ടിവെച്ച ഒരു സർക്കാരാണ് പിണറായി സർക്കാർ. ഇന്ന് കേരള ഹൈക്കോടതി പിണറായി വിജയന്റെ ചെവിക്ക് പിടിച്ചിട്ടുണ്ട്. എന്താണ് കാരണം? ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ വന്നിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങൾ ഏറ്റവും വേഗതയിൽ കേസെടുക്കണമെന്നാണ് ഹൈക്കോടതി വിധിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ കോടതിക്ക് ഇടപെടേണ്ടി വരുമെന്നാണ് ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്നത്. 8 വർഷക്കാലമായി ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് സുഹൃത്തുക്കളെ, ഈ സർക്കാരിന്റെ കാലഘട്ടം നമുക്ക് ഒന്നും മറക്കാൻ പറ്റില്ല. കാരണം ദുരന്തങ്ങളും അവഹേളനങ്ങളും സ്ത്രീ പീഡനങ്ങളും മയക്കമരുന്നും കഞ്ചാവിന്റെ കച്ചവടക്കാരും ഗുണ്ട മാഫിയകളും ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് പിണറായി വിജയൻ 8 വർഷക്കാലം കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പുത്തൻവട്ടൊഴിയിൽ നിന്നാരംഭിച്ച പ്രതിഷേധ പ്രകടനം കോടന്നൂരിൽ സമാപിച്ചു. മണ്ഡലം പ്രസിഡന്റ് KR ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സിനിമാ ലോകത്തെ ജീവിതത്തിന്റെ വിപ്ലവ പോരാട്ടം നയിച്ചിട്ടുള്ള ധീരതയുടെ ബഹുമാനത്തിന്റെ മുഖമുദ്രയുള്ള പ്രിയങ്കരനായ തിലകൻ, നമുക്കറിയാം നാടക ലോകത്തു നിന്ന് വന്ന ആളാണ് തിലകൻ. ആ തിലകൻ എന്ന് പറയുന്ന മഹാനടൻ പട്ടാളക്കാരനായിരുന്നു. ചൈനയും ഇന്ത്യയുമായുള്ള യുദ്ധത്തിൽ കാലിന്റെ മുട്ടിന് മാരകമായ പരിക്കേറ്റ് 1962 കഴിഞ്ഞ് കാലിന് പരിക്കപ്പറ്റിയ തിലകൻ സിനിമാ ലോകത്തിലേക്കും നാടക ലോകത്തിലേക്കും തിരിച്ചു വന്നു. ആ തിലകനെ സിനിമാ ലോകത്തു നിന്ന് ഒതുക്കിയവരാണ് ഈ പവർ കമ്മിറ്റി. ഞാൻ തിലകന്റെ അഭിമുഖങ്ങളും വാർത്തകളൊക്കെ കേട്ടും വായിച്ചിട്ടുള്ള ഒരാളാണ്. വളരെ വ്യക്തമായി തിലകൻ പറഞ്ഞു, തിലകന്റെ ഓരോ സിനിമയിലെ അഭിനയം, ആ കഥാപാത്രം അത് കണ്ട് വ്യസനിച്ച് അസൂയ തോന്നിയ ഒരു നടൻ ഉണ്ടായിരുന്നു, നെടുമുടി വേണു. ബ്ലോക്ക് സെക്രട്ടറി നന്ദകുമാർ കോങ്ങാട്ടിൽ, ടോമി പെല്ലിശ്ശേരി, ജില്ലാ കർഷക കോൺഗ്രസ് സെക്രട്ടറി ജ്യോതി ബസു, നാരായണദാസ് ഇട്ടിയേഷൻ മാസ്റ്റർ, AD ജോഡി, AA റപ്പായി, പഞ്ചായത്ത് മെമ്പർ ജൂബി മാത്യു, TO ആന്റണി, KA വാസു, വിൽസൺ പെല്ലിശ്ശേരി, ഡേവിസ് കണരായ്ക്കൽ, ഗോപി ശശി, ശ്രീനിവാസൻ വെങ്ങോലി എന്നിവർ സംസാരിച്ചു. ഡാ തടിയ ഉൾപ്പെടെ വിവിധ സിനിമകളിലും യൂട്യൂബ് വീഡിയോകളിലും പരസ്യചിത്രത്തിലും അഭിനയിച്ച നടൻ നിർമ്മൽ ബെന്നി അന്തരിച്ചു. 35 വയസ്സായിരുന്നു. ചേർപ്പ് വല്ലച്ചർക്കാരൻ ബെന്നിയുടെയും ഷാൻഡിയുടെയും മകനാണ്. കൊമേഡിയനായിട്ടാണ് നിർമ്മൽ ബെന്നി സ്റ്റേജ് പരിപാടികളിലൂടെ അഭിനയ ലോകത്തേക്ക് പ്രവേശിക്കുന്നത്. 2012 ജയകൃഷ്ണ കാർണവൽ സംവിധാനം ചെയ്ത നവാഗതർക്ക് സ്വാഗതം എന്ന സിനിമയിലൂടെയാണ് സിനിമയിലെത്തുന്നത്. തുടർന്ന് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ആമേൻ, സുന്ദർദാസിന്റെ റബേക്ക ഉതുപ്പ് കിഴക്കേമല, ചന്ദ്രഹാസിന്റെ ജോൺ പോൾ വാതിൽ തുറക്കുന്നു, മനു കണ്ണത്താനത്തിന്റെ ദൂരം എന്നീ 5 ചിത്രങ്ങളിൽ അഭിനയിച്ചു. സിനിമയ്ക്ക് പുറമെ പിതാവിനൊപ്പം ബിസിനസ്സിൽ സഹായിയായിരുന്നു. സഹോദരി നിമ്മി. കേരള കർഷക സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാലാവസ്ഥാ വ്യതിയാനവും നെൽകൃഷിയുടെ അതിജീവനവും എന്ന വിഷയത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. അമ്മാടം സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. PR വർഗീസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ആസൂത്രണ സമിതി അംഗം ഡോക്ടർ ജിജു P. അലക്സ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുരളി പെരുന്നെല്ലി MLA, ജില്ലാ ട്രഷറർ TI രാമകൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ MM അവറാച്ചൻ, KV സജു, PI സാജിദ, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ സെഫി ജോസഫ്, K. രവീന്ദ്രൻ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ M. ബാലാജി, ഗീതാ ഗോപി, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ AN സത്യൻ, AM ഹാരിസ് ബാബു, TG ശങ്കരനാരായണൻ, KS മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ C. ജോർജ് തോമസ്,
ഡോക്ടർ പി പ്രമീള, ഡോക്ടർ റോസ്മേരി ഫ്രാൻസിസ്, ഡോക്ടർ ബെറിൻ പത്രോസ്, ഡോക്ടർ സുനിൽ വി ജി എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് നയിച്ചു. പ്രധാനമായും നെൽകൃഷിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലുള്ള വിദഗ്ധാഭിപ്രായങ്ങളുടെ കൂടിയ അടിസ്ഥാനത്തിൽ നമുക്കൊരു നിർദ്ദേശം ഉണ്ടാക്കാനാവണം എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിച്ചത്. ആ നിർദ്ദേശം സർക്കാരുകൾ ഇടപെടേണ്ടതുണ്ടാവാം, പ്രാദേശിക സർക്കാരുകൾ ഇടപെടേണ്ടതുണ്ട്, കൃഷിക്കാരുടെ കൂട്ടായ്മയും പാടശേഖര സമിതികളുമായി ബന്ധപ്പെട്ട കാര്യമുണ്ട്. തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ കോൾ കർഷക സംഘമുണ്ട്. കോൾ കർഷക സംഘം വളരെ ശക്തമാണ്. അപ്പൊ അവരുമായി ബന്ധപ്പെട്ട കാര്യമുണ്ട്. ജലവിഭവവുമായി ബന്ധപ്പെട്ട കാര്യവും വിത്തും കൃഷിശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ കൂടി ചേർന്ന് നമുക്ക് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ് പലതും എന്നുള്ളതുകൊണ്ട് അത് ഓരോന്നും വേർതിരിച്ചെടുത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുടെ ഒരു കരട് രൂപമുണ്ടാക്കി അത് ചർച്ച ചെയ്ത് ആവശ്യമായ ഒരു പരിപാടി ജില്ലയ്ക്ക് ഉണ്ടാക്കാൻ കാർഷിക മേഖലയിൽ ഞങ്ങൾ കണ്ടത്. പുതുക്കാട് MLA കെ രാമചന്ദ്രന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് ശാസ്ത കമ്പനി റോഡ് ഉദ്ഘാടനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് അധ്യക്ഷത വഹിച്ചു. അപ്പോൾ അങ്ങനെ സ്വാഭാവികമായും വോട്ട് കമ്പനിക്ക് ആകുമ്പോൾ അതിന് വരുന്ന കളിമണ്ണിൻ്റെ ഇത്തിരി വഴുക്കിലുള്ള മണ്ണും ഒക്കെ ചെളിയൊക്കെ വരാൻ്റെ പ്രശ്നങ്ങളും അങ്ങനെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു റോഡാണ്. ഞാൻ പൊതുവെ MLA എന്ന നിലയിൽ അതായത് പഞ്ചായത്തുകൾ ആര് ഭരിക്കുന്നതാണെന്ന് നോക്കാറില്ല. ന്യായമായ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അത് പഞ്ചായത്തിലെ ഭരണസമിതിയും ബന്ധപ്പെട്ട ആളുകളും കൂടിയാലോചന നടത്തി തരുന്നത് പാസ്സാക്കി കൊടുക്കുകയാണ്. ആ നിലയിലാണ് ഞാൻ റോഡ് കണ്ടിരുന്നില്ല. പക്ഷെ പിന്നെ ഇവിടെ വന്നപ്പോൾ ഏറ്റവും അനുയോജ്യമായ രീതിയിലാണ് ഈ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് റോഡുകൾ സെലക്ട് ചെയ്യണമെന്ന് മനസ്സിലായി. അതിൻ്റെ നിർമ്മാണോദ്ഘാടനം നടത്തി വേഗതയിൽ തന്നെ റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ നമുക്കതിൻ്റെ ഉദ്ഘാടനം ആ സമയത്ത് നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഈ വയനാട് പോലെയുള്ള ദുരന്തം ഉണ്ടായി നിൽക്കുന്ന സമയത്ത് അതിനും തയ്യാറായില്ല. കുറച്ച് ദിവസം കഴിയട്ടെ നമ്മൾ നിശ്ചയിക്കുകയാണ് ചെയ്തത്. എന്തായാലും ഇനി നീട്ടി പോകുന്നത് വാഹനങ്ങളൊക്കെ എല്ലാവരും ഉപയോഗിച്ച് കഴിഞ്ഞു. ഇനി അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കേണ്ട സമയമാവും. ഏത് ഏജൻസിൻ്റെ അപ്പോൾ അത് നീണ്ടു പോകാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് തന്നെ അത് നമ്മൾ തിരഞ്ഞെടുത്ത് അതിൻ്റെ ഔപചാരികമായ തുറന്നു കൊടുക്കലിൻ്റെ ഉദ്ഘാടനം ഇന്ന് ഇവിടെ നിർവഹിക്കപ്പെട്ടത്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NT സജീവൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ PS എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഇന്ന് പുതുക്കാട് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശാസ്ത കമ്പനി റോഡ് വളരെ ശോചനീയമായ അവസ്ഥയിൽ മണ്ണിട്ട റോഡ് ഏറ്റവും നല്ല രീതിയിൽ പുനരുദ്ധരിച്ച് സഞ്ചാരയോഗ്യമാക്കുന്ന പ്രവൃത്തിയുടെ നേരത്തെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയും ഇലക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഉദ്ഘാടനം നിർവഹിക്കാൻ പറ്റാതെ മാറ്റിവെക്കുകയും ചെയ്ത പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ഇന്ന് റോഡ് തുറന്നു കൊടുക്കുന്നതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നടക്കുകയാണ്. നമുക്കറിയാം 220 മീറ്റർ നീളത്തിൽ ഈ റോഡ് ഏറ്റവും നല്ല രീതിയിൽ നല്ലൊരു റോഡാക്കി മാറ്റുകയാണ്. ഇവിടുത്തെ സമീപവാസികൾക്കൊക്കെ ഏറ്റവും നല്ല രീതിയിൽ സഞ്ചാരയോഗ്യമാക്കുന്ന പ്രവൃത്തിയാണ് നമ്മൾ നടത്തുന്നത്. ഊരകം ALP സ്കൂളിൽ ഊരകം HH രവിവർമ്മ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഇതും നമ്മൾ അതിജീവിക്കുമെന്ന നാടകം അവതരിപ്പിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കമ്മിറ്റി ഹസീന അക്ബർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഇൻചാർജ് ദേവസേന അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് രാകേഷ് ഉണ്ണിയാമ്പുറം, പ്രധാനാധ്യാപിക ഗിൽസ ആന്റണി, ജിനി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. സുരേഷ് നന്മ, ഗോപു ഊരകം, സനി വല്ലച്ചിറ, ചാക്കോടി അന്തിക്കാട് എന്നിവർ മുഖ്യ കഥാപാത്രങ്ങളായി നാടകത്തിൽ അഭിനയിച്ചു. തുടർന്ന് നടന്ന ചടങ്ങിൽ വിദ്യാലയത്തിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ യാദവ് അലങ്കാര മത്സ്യം വാങ്ങുവാൻ സ്വരൂപിച്ച പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുകയും ചെയ്തു.
പുല്ലൂർ ഊരകം വെറ്റിലമൂലയിൽ വീട് കുത്തിത്തുറന്ന് മോഷണം. സ്വർണ്ണാഭരണങ്ങളും പണവും നഷ്ടപ്പെട്ടു. വരിക്കശ്ശേരി വീട്ടിൽ ഏലിക്കുട്ടിയുടെ പൂട്ടിക്കിടന്ന വീട് കുത്തിത്തുറന്നാണ് മോഷണം നടന്നത്. തനിച്ച് താമസിക്കുന്ന ഏലിക്കുട്ടി രാത്രിയിൽ അടുത്തുള്ള മകന്റെ വീട്ടിലാണ് കിടക്കാൻ പോകാറുള്ളത്. രാവിലെ തിരികെ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് വീട് കുത്തിത്തുറന്ന് മോഷണം നടന്ന വിവരമറിയുന്നത്. 2.5 പവന്റെ സ്വർണ്ണമാലയും 12,000 രൂപയും നഷ്ടപ്പെട്ടതായി പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായതായി ഏലിക്കുട്ടി പറഞ്ഞു. വന്നപ്പോ വാതില് ഇവിടെ മണ്ണൊക്കെ കെടുക്കണം. അപ്പൊ ഞാൻ ചൂലെടുത്ത് അടിച്ചിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് വാതില് പൊളിഞ്ഞെടുക്കണ്. അതിനെ വാതില് തുറന്ന് നോക്കിയപ്പോ അകത്ത് മുളക് പൊടി ചിന്നിട്ടേക്കണ്, കസാരയിൽ കൈക്കോട്ടിരിക്കണ്, അളമാരിയുടെ അവിടെ ചെന്ന് ആ റൂമിൽ ചെന്നപ്പോ ഒക്കെ ഒലിച്ച് വാരിയിട്ടേക്കണ്. അപ്പൊ പിന്നെ ഞാൻ അങ്ങോട്ട് തൊടാൻ പോയില്ല. ഇനിയിപ്പൊ ചെയിനുണ്ടോന്ന് നോക്കാൻ ഞാൻ പോയില്ല. എന്തൊക്കെ നഷ്ടമായേക്കണേ? രൂപയും 11,000 രൂപയും 2.5 പവന്റെ ചെയിനും. വീടിനകത്ത് അലമാരകളും മറ്റും തുറന്ന് വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു. മുളകുപൊടിയും വിതറിയതിനു ശേഷമാണ് മോഷ്ടാക്കൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇരിങ്ങാലക്കുട SI സുധാകരന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘമെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സെറിബ്രൽ പാൾസി സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ നേതൃത്വത്തിൽ കുർക്കഞ്ചേരിയിൽ സെലക്ഷൻ ട്രയൽസ് സംഘടിപ്പിച്ചു. SSK തൃശൂർ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ ബിനോയ്, തൃശൂർ ജില്ലാ പ്രൊജക്ട് ഓഫീസർ ബ്രിജി എന്നിവരുടെ സഹകരണത്തോടെ നടന്ന പരിപാടിയിൽ സംസ്ഥാന ഭാരവാഹികളായ ഗിരിജാകുമാരി, മധു S പിള്ള, തൃശൂർ ജില്ലാ ഭാരവാഹി റെനിൽ എന്നിവർ നേതൃത്വം നൽകി. ചാലക്കുടി മേച്ചിറ മേട്ടിപ്പാടത്ത് വച്ച് മോട്ടോർ ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. മാരാംകോട് ആക്കാംപറമ്പിൽ ജോസഫ് മകൻ ഷിജോയാണ് മരണപ്പെട്ടത്. വ്യാഴാഴ്ച രാത്രി 9 മണിയോടെ മാരാംകോടിലെ വീട്ടിൽ നിന്നും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞു വരികയായിരുന്ന ഭാര്യയെ ചാലക്കുടിയിൽ നിന്നും കൊണ്ടുവരാൻ ബൈക്കിൽ വരികയായിരുന്ന ഷിജോയുടെ ബൈക്കിൽ എതിർദിശയിൽ വന്നിരുന്ന ഓട്ടോറിക്ഷ ഇടിക്കുകയായിരുന്നു. റോഡിൽ തെറിച്ചു വീണ് ഗുരുതര പരിക്കുകളോടെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തൃശൂർ ജൂബിലി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച രാവിലെ 6 മണിയോടെ മരണപ്പെടുകയും ചെയ്തു. ചാലക്കുടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6,660 രൂപ, പവന് 53,280 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP ചേർപ്പ് പഞ്ചായത്ത് സമിതി ഉപവാസ സമരം സംഘടിപ്പിച്ചു. പാറളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പിണറായി സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധ യോഗം നടത്തി. നിരവധി സിനിമകളിലും പരസ്യചിത്രങ്ങളിലും അഭിനയിച്ച നടൻ നിർമ്മൽ ബെന്നി അന്തരിച്ചു. 35 വയസ്സായിരുന്നു. കേരള കർഷക സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാലാവസ്ഥാ വ്യതിയാനവും നെൽകൃഷിയുടെ അതിജീവനവും എന്ന വിഷയത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.